അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു അസ്സ വജലിന്റെ വചനം, അവർക്കിടയിൽ സമാധാനത്തിന്റെ വ്യവസ്ഥകൾ സ്ഥാപിച്ചാൽ സമാധാനം ഉണ്ടാക്കുന്നതാകുന്നു നല്ലത്. 4-ാം സൂറത്ത് 128-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി തആല അൻ യുസ്ലിഹ ബൈനഹുമാ സുൽഹ വസ്സുൽഹു ഖൈർ. അൻ-നിസാ 128. ആയിഷ റളിയല്ലാഹു അൻഹ ഈ പറയുന്ന ആയത്തിനെ പറ്റി വിശദീകരിക്കുന്നു. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് ക്രൂരതയോ അതല്ലെങ്കിൽ ഇട്ടേച്ചു പോകുമോ എന്ന് വെച്ചാൽ ഒഴിവാക്കി കളയുമോ എന്നുള്ള ഭയം ഉണ്ടായാൽ, 4-ാമത്തെ സൂറത്ത് 128-ാമത്തെ ആയത്ത്. ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഭർത്താവ് അവളിൽ എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യം കാണുകയാണെങ്കിൽ, അതായത് ഭാര്യയിൽ, അതായത് വയസ്സാവുകയോ അതുപോലുള്ള മറ്റെന്തെങ്കിലും, അതായത് സൗന്ദര്യം കുറഞ്ഞു പോകുന്നു, അങ്ങനെ എന്തോ ആവാം, എന്നിട്ട് അയാൾ അവളെ വിവാഹമോചനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൾ അയാളോട് പറയുകയാണ്, എന്നെ വിവാഹമോചനം ചെയ്യരുത്, എന്നെ ഭാര്യയാക്കി തന്നെ നിർത്തുക, താങ്കൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന്. അതായത് സമയം, ചിലവിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ ഭാര്യയായി ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരവസ്ഥയാണിത്. ആയിഷ റളിയല്ലാഹു അൻഹാ വഇൻ ഇംറഅതുൻ ഖാഫത് മിൻ ബാലിഹാ നുശൂസൻ ഔ ഇറാദാ. അൻ-നിസാ 128. ഖാലത് ഹുവ الرجل يرى من امرأته ما لا يعجبه كبرا أو غيره فيريد فراقها فتقول أمسكني وقسم لي ما شئت. قالت ولا بأس إذا تراضيا. തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത രീതിയിൽ ആളുകൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ അത് അസാധുവാകുന്നു. ഇത് ഇസ്തലഹു അലാ സുൽഹി ജൗരിൻ ഫസ്സുൽഹു മർദുദുൻ. അബൂ ഹുറൈറയും സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹാനി റളിയല്ലാഹു അൻഹുമായും വിശദീകരിക്കുന്നു, ഒരു നാട്ടിൻപുറത്തുകാരനായ ആട്ടിടയൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്കിടയിൽ വിധി പറയൂ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ അയാളുടെ എതിരാളി എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പറഞ്ഞു, അവൻ ശരിയാണ് പറയുന്നത്, ഞങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് വിധി പറയുക. അപ്പോൾ ആട്ടിടയൻ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാരനായ അറബി പറഞ്ഞു, എൻ്റെ മകൻ ഈ മനുഷ്യൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അവൻ അയാളുടെ, അതായത് തൊഴിലുടമ അല്ലെങ്കിൽ മുതലാളിയുടെ ഭാര്യയുമായി വിവാഹിതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആളുകൾ എന്നോട് പറയുന്നു, എൻ്റെ മകനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. അതിനു പകരമായി ഞാൻ അവന് നഷ്ടപരിഹാരം ജീവനാംശമായിട്ട് 100 ആടുകളെ കൊടുത്തു, പോരാത്തതിന് ഒരു അടിമ പെണ്ണിനെയും കൊടുത്തു, എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പണ്ഡിതന്മാരുടെ ഇടയിൽ ചോദിച്ചു, അവർ പറഞ്ഞു, നിൻ്റെ മകനെ 100 അടി അടിക്കണം, എന്നിട്ട് അവനെ 1 കൊല്ലത്തേക്ക് നാട് കടത്തുകയും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംശയമേ വേണ്ട, ഞാൻ നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് വിധി പറയാം. അടിമ പെൺകുട്ടിയും ആടുകളും നിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും, അതായത് നീ തിരിച്ച് എടുക്കുക. നിൻ്റെ മകന് 100 അടി കിട്ടും, 1 കൊല്ലത്തേക്ക് നാടുകടത്തലും ഉണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം ആരെയോ തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലേ ഉനൈസേ, നീ ഈ മനുഷ്യൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവുക, അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക. عن أبي هريرة وزيد بن الخالد الجهاني رضي الله عنهما قال جاء أعرابي فقال يا رسول الله اقضي بيننا بكتاب الله فقام خصمه فقال صدق اقضي بيننا بكتاب الله. فقال الأعرابي إن ابني كان عصيفا على هذا فزنا بامرأته فقالوا لي على ابنك الرجم ففديت ابني منه ب100 من الغنم ووليدة. ثم سألت أهل العلم فقالوا إنما على ابنك جلد 100 وتغريب عام. فقال النبي صلى الله عليه وسلم لا أقضين بينكما بكتاب الله أما الواليدة والغنم فرد عليك وعلى ابنك جلد 100 وتغريب عام. وأما أنت يا أنيس لرجل فغدو على امرأة هذا فرجمها فغدا عليها أنيس فرجمها.
ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ മതത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് ബിദ്അത്ത്, അത് നമ്മുടെ മതത്തിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ, അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസമുള്ള മതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അതിനെ തള്ളേണ്ടതാകുന്നു. ഇതാണ് പുതിയതായി മതത്തിലൊന്നും ചേർക്കരുതെന്ന് മുജാഹിദുകൾ രാവിലെയും വൈകിലും മൈക്ക് എത്തിവെച്ച് വിളിച്ചു പറയുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. എങ്ങനെയാണ് എഴുതേണ്ടത്? ഇതൊക്കെയാകുന്നു അതിൻ്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിയമങ്ങൾ. ഇന്നയാളുടെ മകൻ എല്ലാം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ സന്ധിയാക്കിയിരിക്കുന്നു ഇന്ന ആളുമായി ഇന്നയാളുടെ മകനായ. പക്ഷെ അതിൽ കുലം, ഗോത്രം, കുടുംബപ്പേര് ഇതൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് സന്ധി എഴുതി ഉണ്ടാക്കേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. കൈഫ യുക്തബു ഹാദാ മാ സ്വാലഹ ഫുലാനു ഇബ്നു ഫുലാനിൻ വ ഫുലാനു ഇബ്നു ഫുലാനിൻ വ ഇല്ലം യൻസുബുഹു ഇലാ ഖബീലത്തിഹി ഔ നസബിഹി. അൽ ബറാബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമാധാന സന്ധി മുശ്രിക്കുകളുമായി സ്ഥാപിച്ചപ്പോൾ, മുശ്രിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുദൈവാരാധകരെ, വിഗ്രഹാരാധകരെ, തീയാരാധകരെ ഇങ്ങനെയൊക്കെയുള്ളവരാകുന്നു. അത് അൽ ഹുദൈബിയയിൽ വെച്ചാണ് ചെയ്തത്. സ്ഥലത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് ആ സന്ധിയുടെ പേര് തന്നെ ഹുദൈബിയ സന്ധി എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എഴുത്ത് അല്ലെങ്കിൽ ആ സന്ധി എഴുതി ഉണ്ടാക്കിയത്, അതിൻ്റെ പേപ്പർ എഴുതിയത്. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, അങ്ങനെ എഴുതരുത്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് എഴുതാൻ പാടില്ല. കാരണം അദ്ദേഹം റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ നമ്മൾക്കിടയിൽ ഒരു വഴക്കിൻ്റെ ആവശ്യം ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് അത് തൂത്തുകളയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മഷി കൊണ്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതിയിരിക്കുന്നു. അന്നത്തെ മഷിയാണ്, അന്നത്തെ പേപ്പറാണ്. അപ്പോൾ തൂത്ത് കളഞ്ഞാൽ അങ്ങ് പോവായിരിക്കും. പക്ഷെ അലി പറഞ്ഞു, ഞാൻ അത് ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഞാൻ ആവില്ല എന്ന്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ള അങ്ങ് മാച്ചുകളെ, അതായത് മുഹമ്മദ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലല്ല എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാച്ചു കളഞ്ഞു. എന്നിട്ട് അവരുമായി സമാധാനത്തിൽ ഏർപ്പെട്ടു. വ്യവസ്ഥ ഇതായിരുന്നു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അല്ലെങ്കിൽ സ്വഹാബാക്കളും മക്കയിൽ പ്രവേശിക്കും അടുത്ത കൊല്ലം. അവിടെ 3 ദിവസം നിൽക്കും. അവരുടെ ആയുധങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. ഇത് ഹദീസ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 2731, 2732. സമയത്തുൽ ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മ സ്വാലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലൽ ഹുദൈബിയ്യതി കതബ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അലൈഹിം ബൈനഹും കിതാബൻ ഫകതബ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലൽ മുശ്രികൂന ലാ തക്തുബു മുഹമ്മദുൻ റസൂലുള്ളാഹ് ലൗ കുൻത റസൂലൻ ലം നുഖാതിൽക ഫഖാല ലിഅലിയ്യി ഇംഹുഹു ഖാല അലിയ്യുൻ മാ അന ബില്ലദീ അമഹാഹു ഫമഹാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാലഹഹും അലാ അൻ യദ്ഖുല ഹുവ വഅസ്ഹാബുഹു 3 അയ്യാമിൻ വലാ യദ്ഖുലുഹ ഇല്ലാ ബിജുലുബാനി സ്വാലിഹി ഫസഅലൂഹു മാ ജുലുബാനു സ്വാലിഹി ഫഖാലൽ ഖിറാബു ബിമാ ഫീഹി. അൽ ബറാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചു. ദുൽഖഅദ മാസത്തിലാണ്. മക്കയിലുള്ള ആളുകളെ അദ്ദേഹത്തിനെ മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അവർ തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതുവരെ അവരുടെ ആവശ്യം അതിൽ ഉള്ളിൽ, അതായത് മക്കയിൽ 3 ദിവസത്തിൽ കൂടുതൽ താമസിക്കില്ല എന്നുള്ളതായിരുന്നു. ആ എഗ്രിമെൻ്റ് വേണമായിരുന്നു. അങ്ങനെ അത് വ്യവസ്ഥപ്പെടുത്തുന്ന എഗ്രിമെൻ്റ് എഴുതിയുണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: ഇവയാകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ആയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹം സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് തയ്യാറായിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല.
കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇതിൽ നിന്ന് തടയില്ലായിരുന്നു, മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന്. പക്ഷേ നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, അതായത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളയും ആണ്, രണ്ടും ആണ്. എന്നിട്ട് അദ്ദേഹം അലിയോട് പറഞ്ഞു ആ വാക്കുകൾ മാച്ച് കളയുക, അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ള ഭാഗം മാച്ച് കളയുക. പക്ഷേ അലി പറഞ്ഞു അള്ളാഹു ആണ്, ഞാൻ മാച്ച് കളയില്ല, താങ്കളുടെ പേര് എന്ത് ചെയ്താലും ഞാൻ മാച്ച് കളയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേപ്പറിങ് എടുത്തു, എന്നിട്ട് മാച്ച് കളഞ്ഞു. അതിൽ പിന്നീട് മറ്റുള്ളവർ അലി റളിയല്ലാഹു അൻഹു തുടർന്ന് എഴുതിയിട്ടുണ്ടാവും, ഇതാകുന്നു സന്ധി, മുഹമ്മദ് ബിൻ അബ്ദുള്ളയും, അതായത് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദും ഇങ്ങനെ സമ്മതിച്ചിരിക്കുന്നു. ആയുധങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരികയില്ല. അപ്പോൾ ആയുധമില്ലാതെ കയറി വരണം. മക്കയിൽ നിന്നുള്ള ആർക്ക് വേണമെങ്കിലും അവരോടൊപ്പം പോവാം, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. അവർ അദ്ദേഹത്തിനെ പിന്തുടരാൻ ഉദ്ദേശിച്ചാലും അത് അനുവദനീയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സഹാബികൾ മക്കയിൽ നിൽക്കാൻ ആഗ്രഹിച്ചാൽ അവരെ അദ്ദേഹം തടയാൻ പാടില്ല. ഇത് മക്കയിൽ നിൽക്കരുത്, അല്ലെങ്കിൽ മുശ്രിക്ക് ആവരുത്, എൻ്റെ കൂടെ തിരിച്ചു വരും, മുസ്ലിം തന്നെ ആയിരിക്കണം, അങ്ങനെ പറ്റില്ല. അപ്പോൾ 2 ദിവസത്തേക്കും ആർക്കു വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചപ്പോൾ അത് അടുത്ത വർഷമായിരുന്നു. അങ്ങനെ സമ്മതിച്ചിരുന്ന അലി കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിൽ എഴുതിയുണ്ടാക്കിയിരുന്ന സമയപരിധി കഴിഞ്ഞപ്പോൾ ആളുകൾ മക്കക്കാരെല്ലാവരും കൂടെ അലിയുടെ അടുത്തേക്ക് ചെന്നു, നീ നിൻ്റെ കൂട്ടുകാരനോട് പറയൂ പുറത്തേക്ക് പോകാൻ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. കാരണം നമ്മൾ തമ്മിൽ സന്ധിയിൽ സമ്മതിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്ക് പുറത്തേക്ക് പോയി. ഹംസയുടെ മകൾ പുറകെ ഓടിപ്പോയി. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ സ്വഹാബാക്കളുടെയും കൂടെ അവർ പോയി. ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അല്ലയോ അമ്മാവ, അല്ലയോ അമ്മാവ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ ഇപ്പോൾ അങ്കിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതിപ്പോൾ കൊച്ചാപ്പ, മൂത്താപ്പ, മാമ എന്ത് വേണമെങ്കിലും ആവാം, എളാപ്പയൊക്കെ ആവാം. അലി റളിയല്ലാഹു അൻഹു അവരെ സ്വീകരിച്ചു, എന്നിട്ട് കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിൻ്റെ അമ്മാവൻ്റെ മോളെ സ്വീകരിക്കൂ. സെയ്ദും ജാഫറും അതിനെപ്പറ്റി വഴക്കുണ്ടാക്കി. അലി പറഞ്ഞു ചിലപ്പോൾ അവരുടെ അധികാരത്തിൽ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും, കാരണം ജാഫർ ബിൻ അബി ത്വാലിബ് ഒക്കെ എന്ന് പറയുന്ന ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് അവരൊക്കെ വളരെ അടുത്തവരാണ് കൂടുതൽ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അവളുടെ മേൽ കൂടുതൽ അധികാരമുണ്ട്, കാരണം അവൾ എൻ്റെ മാമായുടെ അല്ലെങ്കിൽ മുത്താപ്പായുടെ അല്ലെങ്കിൽ എളാപ്പായുടെ മകളാകുന്നു. ജാഫർ പറഞ്ഞു, അവൾ എൻ്റെയും മാമാടെ അല്ലെങ്കിൽ മൂത്താപ്പാടെ അല്ലെങ്കിൽ എളാപ്പാടെ മോളാകുന്നു, അതുമാത്രമല്ല അവളുടെ അമ്മായി എൻ്റെ ഭാര്യയുമാണ്. അപ്പോൾ സെയ്ദ് പറഞ്ഞു, അവൾ എൻ്റെ സഹോദരൻ്റെ മകളാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വിധി പറഞ്ഞു, അവരെ അവരുടെ അമ്മായിയുടെ അടുത്തേക്ക് വിടണം എന്ന്. കാരണം അമ്മായി അല്ലെങ്കിൽ അലീമ മൂത്തുമ്മ എന്ന് പറയുന്നത് ഉമ്മാക്ക് തുല്യമാണ് എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അലിയോട് പറഞ്ഞു, നീ എന്നിൽ നിന്നുള്ളതാകുന്നു, ഞാൻ നിന്നിൽ നിന്നുള്ളതാകുന്നു. എന്നിട്ട് ജാഫറിനോട് പറഞ്ഞു, നീ എന്നോട് സ്വഭാവത്തിലും രൂപത്തിലും സാദൃശ്യമുള്ള ആളാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെയാണ് ജാഫർ റളിയല്ലാഹു അൻഹു ഇരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സെയ്ദിനോട് പറഞ്ഞു, നീ വിശ്വാസത്തിൽ എൻ്റെ സഹോദരനാണ്, അതുമാത്രമല്ല എൻ്റെ സ്വതന്ത്രനായ അടിമയും ആണ്. പണ്ട് സെയ്ദ് അടിമയായിരുന്നു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അനിൽ ബറാഇ റളിയല്ലാഹു അൻഹു ഖാല യഅ്തമറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദിൽ ഖഅദതി അബി അഹ്ലു മക്കത അൻ യദഊഹു യദ്ഖുലു മക്കത ഹത്താ ഖദാഹും അലാ അൻ യുഖീമ ബിഹാ 3 അയ്യാമൻ فلما كتبوا الكتاب كتبوه هذا ما قضى عليه محمد رسول الله صلى الله عليه وسلم فقالوا لا نقر بها فلو نعلم أنك رسول الله ما منعناك لكن أنت محمد ابن عبد الله قال أنا رسول الله وأنا محمد ابن عبد الله ثم قال لعلي امحو رسول الله قال لا والله لا أمحوك أبدا فأخذ رسول الله صلى الله عليه وسلم الكتاب فكتب هذا ما قضى عليه محمد ابن عبد الله لا يدخل مكة سلاح إلا في القراب وإلا يخرج من أهلها بأحد
ഇൻ അറാദ അൻ യത്തബിഅഹു വ ഇല്ലാ യംനഅ അഹദൻ من أصحابه أراد أن يقيم بها فلما دخلها ومضى الأجل أتوا عليا فقالوا قل لصاحبك يخرج عنا فقد مضى الأجل فخرج النبي صلى الله عليه وسلم فتبعتهم ابنة حمزة يا عمي يا عمي فتناول علي فأخذ بيدها وقال لفاطمة دونك ابنة عمك احمليها فاختصم فيها علي وزيد وجعفر فقال علي أنا أحق بها وهي ابنة عمي وقال جعفر ابنة عمي وخالتها تحتي وقال زيد ابنة أخي فقضى بها النبي صلى الله عليه وسلم لخالتها وقال الخالة بمنزلة الأم وقال لعلي أنت مني وأنا منك وقال لجعفر أشبهت خلقي وخلقي وقال لزيد أنت أخونا ومولانا. അള്ളാഹു അലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.